നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളെക്കുറിച്ച്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിനു മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ മാത്രമായിട്ട് പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ, കാരണം ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നിങ്ങൾക്കിവിടെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുന്ന വിധങ്ങളൊക്കെ പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ മലയാളവും റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇംഗ്ലീഷ് +1 +2 ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർഗാനിക് കെമിസ്ട്രി കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ടേംസ് കൂടി പരിചയപ്പെടുന്നത് എന്തായാലും നല്ലൊരു കാര്യമാണ്. ഓക്കെ, നോക്കാം. ഇവിടെ കുറേ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. മെനി സബ്സ്റ്റൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഡ്രഗ്സ്, എന്താണ്, മരുന്നുകൾ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോളിമറുകൾ, ഇന്ധനങ്ങൾ, ഫ്യൂവൽസ്, പിന്നെ പ്ലാസ്റ്റിക്, പെയിന്റ്, വസ്ത്രങ്ങൾ, അതായത് ക്ലോത്തിങ്. ഇതൊക്കെ എന്താണ്, ഇവ ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. നിരവധിയായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഒക്കെ റിയാക്ഷനിലൂടെയാണ് ഇത്തരം പല വസ്തുക്കളും ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഓർഗാനിക് കെമിസ്ട്രിയെ തന്നെയാണ് നമ്മളിവിടെ മലയാളത്തിൽ കാർബണിക രസതന്ത്രം എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയെ തന്നെയാണ് കാർബണിക രസതന്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാരിയസ് കോമ്പൗണ്ട്സ് ഓഫ് ദീസ് ടൈപ്സ് ആർ ഫോംഡ് ബൈ ഓർഗാനിക് റിയാക്ഷൻസ്. ഇത്തരം കാർബണിക സംയുക്തങ്ങൾ പെട്ടിരിക്കുന്നത് കാർബണിക പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ അത്തരം കാർബണിക രാസപ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അവയുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിക്കോളൂ. ആദ്യമായിട്ട് നമുക്ക് ആദേശ രാസപ്രവർത്തനം പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് കണ്ടോ, ഇവിടെ ആദേശ രാസപ്രവർത്തനം, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. എന്താണ്, മേജർ ഓർഗാനിക് റിയാക്ഷൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അതുകൂടാതെ അഡീഷൻ റിയാക്ഷൻസ് വരുന്നുണ്ട്. പിന്നെയോ കമ്പഷൻ, അതായത് ജ്വലനം പഠിക്കാനുണ്ട്. പിന്നെയോ താപീയ വിഘടനം. ഇതൊക്കെ താഴെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ആദേശ രാസപ്രവർത്തനങ്ങൾ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ചെയർ ഉണ്ട്, ഒരു ചെയർ. ഓക്കെ, ആ ചെയറിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു റിയാക്ഷന്റെ ഫലമായിട്ട് ഇയാൾ മാറിയിട്ട് അവിടെ മറ്റൊരാൾ വന്നിരിക്കുന്നു. ഇത്തരം റിയാക്ഷൻസിനെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പറയുന്നത്. ഓക്കെ, ഇവിടെ താഴെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കും ഈ ഒരു കാര്യം. ഞാനിപ്പോൾ പറഞ്ഞതിന്റെ ഒരു കാര്യം മനസ്സിലാവും. നോക്കിക്കോളൂ, മീഥെയിൻ CH4 ആണല്ലോ മീഥെയിൻ. അപ്പൊ മീഥെയിൻ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ, എന്താണ്, സൺലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ക്ലോറിൻ മോളിക്യൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ, Cl2, ക്ലോറിനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ രാസസമവാക്യം നൽകിയിരിക്കുന്നത് പരിശോധിക്കുക. എന്താണ്, എക്സാമിൻ ദ ഗിവൻ കെമിക്കൽ ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുള്ളത് ഓഫ് ദ റിയാക്ഷൻ ഓഫ് മീഥെയിൻ. എന്തിനോടെന്ന് വെച്ചാണ്, ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതിന്റെ ഒരു ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അത് ഡീറ്റെയിൽ ആയിട്ട്. നോക്കിക്കോളൂ, ഇതാണ് റിയാക്ഷൻ. ഇവിടെ CH4 ഉണ്ട്, കാർബൺ, പിന്നെ H4 ഹൈഡ്രജൻ ചുറ്റുമുണ്ട് അല്ലേ. CH4 നമുക്കറിയാം കാർബണിന്റെ വാലൻസി എന്താണ്, സംയോജകത എത്രയാണ്, 4 ആണ്. അപ്പോൾ ഈ ഒരു കാർബണിന് ഇങ്ങനെ 4 ഹൈഡ്രജനുമായിട്ട് ഇങ്ങനെ സിംഗിൾ ബോണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അഷ്ടകം പൂർത്തിയാക്കാൻ കഴിഞ്ഞു, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ. അതായത് കാർബൺ ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർ ഷെല്ലിൽ എന്താണ്, 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് 8 ആവണം അല്ലേ. അപ്പോൾ അതായത് 4 ഇലക്ട്രോൺസ് കൂടി വേണമല്ലോ, 4 4 8. അതെങ്ങനെയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്? ഈ ഹൈഡ്രജനിലുള്ള ഓരോ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അപ്പൊ അത് ഷെയർ ചെയ്യപ്പെടുന്നു. സഹസംയോജക ബന്ധനം അല്ലെ, കോവാലന്റ് ബോണ്ടിങ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഇതിന്റെ കാർബണിന്റെ ഒരു ഇലക്ട്രോണും ഹൈഡ്രജൻ ഇലക്ട്രോൺ പരസ്പരം ഷെയർ ചെയ്തു. അപ്പൊ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺസ് ആയി? 2 ഇലക്ട്രോൺസ് അല്ലെ. ഹൈഡ്രജന് സ്ഥിരത കൈവരിക്കാൻ വേണ്ടി, സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി 2 ഇലക്ട്രോൺസ് മതി. ഓക്കെ, അപ്പോൾ ഓരോ ഹൈഡ്രജൻ കണ്ടു 2 ഇലക്ട്രോൺസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, സ്റ്റേബിൾ ആയി അല്ലേ. അതേപോലെ ഓക്കെ, ഇത് ഞാൻ വരക്കുന്നില്ല, മനസ്സിലാക്കിക്കോളൂ. ഈ കാർബണിന്റെ ഒരു അവസ്ഥ എന്താണ്? ഈ കാർബണിന് കണ്ടോ, ഇതിന്റെ 4 ഇലക്ട്രോൺസും ആയി, പിന്നെ ഇത് ഷെയർ ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ ഈ ഇലക്ട്രോൺ. അതായത് ഹൈഡ്രജനും കാർബണും രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഇലക്ട്രോൺസ്. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെ 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 കണ്ടോ, ഇത് ഷെയർ ചെയ്യപ്പെടുന്നതുകൊണ്ട് ഈ രീതിയിൽ വരും. അതായത് കാർബണിന് ഈ 1 2 3 4 ഈ ഇലക്ട്രോൺസുമായി, പിന്നെ ഹൈഡ്രജൻ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയായി? 8 ഇലക്ട്രോൺസ് കാർബണ് കിട്ടി. മനസ്സിലായല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഈ കാർബൺ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഓർഗാനിക് മോളിക്യൂൾസിലൊക്കെ ഈ കാർബണ് ഇങ്ങനെ സിംഗിൾ ബോണ്ട് ആണല്ലോ സൂചിപ്പിക്കുന്നത്. അതേസമയം ഡബിൾ ബോണ്ട് ആണെങ്കിൽ
ദ്വിബന്ധനമാണെങ്കിൽ ഇങ്ങനെ 2 വര വരക്കും അല്ലേ. അപ്പോൾ ഒരു കാർബണിന് ഉണ്ടാകുന്നത് 4 വരകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2, 3, 4 ഇങ്ങനെ 4 വരകൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ചെയ്യുന്ന ഈ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ദാ ഇവിടെ ഇതിൽ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ഇവിടെ ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടല്ലോ, ഇവിടെ ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടല്ലോ, Cl ഡബിൾ ബോണ്ട് Cl, 2 ക്ലോറിൻ ആറ്റംസ് ഇങ്ങനെ ഒരു സിംഗിൾ ബോണ്ടാണ്, ഒരു സിംഗിൾ ബോണ്ട് കൊണ്ട് ഏകബന്ധനത്തിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതാണൊരു ക്ലോറിൻ മോളിക്യൂൾ. ഈ ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിലുള്ള ഒരു ഹൈഡ്രജൻ മാറിയിട്ട് പകരം ക്ലോറിൻ വന്നിരിക്കുന്നു. അതാണ് ഇതിലെ ഹൈഡ്രജൻ മാറി, ഒരു ഹൈഡ്രജൻ ഇവിടെ നിന്ന് മാറി. ഓക്കെ, ഒരു ഹൈഡ്രജൻ ഇവിടെ നിന്ന് മാറിയിട്ട് പകരം ആ സ്ഥാനത്ത് ഒരു ക്ലോറിൻ ആറ്റം വന്നിരിക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തില്ല, കണ്ടോ, സി എച്ച് ഉണ്ട്, എച്ച് 3 എച്ചും ഒരു എച്ച് മാറിയിട്ട് പകരം Cl അവിടെ വന്നു. അപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, ആ എച്ച് ഇപ്പുറം വശത്തേക്ക് വന്നിട്ടുണ്ട്, ഈ Cl-ലുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്, HCl. അപ്പൊ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതായത് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരമൊരു റിയാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്കൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് ഇത് ആദേശ രാസപ്രവർത്തനമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിലൊന്ന് മാറിയിട്ട് പകരം മറ്റൊന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം, ഈ പ്രൊഡക്ട്സിന്റെ സൈഡിൽ, ഓക്കെ, ഉണ്ടായ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ ഘട്ടമായിട്ടാണ് ഇങ്ങനെ രൂപീകരിക്കുന്നത്. ഇതിങ്ങനെ തുടർന്നും ഘട്ടം 2, ഘട്ടം 3 എന്ന രീതിയിൽ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നതായിട്ട് കാണാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ കൊടുക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് CH3Cl, ഇതിന്റെ ഒരു തന്മാത്രാ സൂത്രം, മോളിക്കുലാർ ഫോമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, CH3Cl. ഇതിന്റെ പേര് എങ്ങനെ വരും? നമുക്കറിയാം, ക്ലോറോ മീഥെയിൻ എന്ന് പറയാം അല്ല, IUPAC നെയിം എങ്ങനെ വരും? ഒരു ക്ലോറിൻ ആറ്റം ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ, ഗ്രൂപ്പായിട്ട്. അപ്പോൾ ക്ലോറോ മീഥെയിൻ എന്ന് പറയാം. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ പേര് കൊടുക്കുന്നതൊക്കെ. ഇവിടെ ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നൽകിയിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ഏതാണെന്ന്. വിച്ച് ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൻ ഹിയർ? ഏതാണിത്? മീഥെയിൻ അല്ലെ, മീഥെയിൻ എന്ന ഹൈഡ്രോ കാർബൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. രാസപ്രവർത്തന ഫലമായി ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജന് സ്ഥാനത്ത് വന്നു ചേർന്ന ആറ്റം ഏതാണ്? കൃത്യമായിട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഈ ഹൈഡ്രജൻ സ്ഥാനത്ത് ക്ലോറിൻ വന്നിട്ടുണ്ട്. വിച്ച് ആറ്റം റീപ്ലേസസ് എന്തിനാണ്? ഹൈഡ്രജൻ ഇൻ ദ ഹൈഡ്രോ കാർബൺ. ഏതാണത്? ക്ലോറിൻ ആറ്റമാണ് റീപ്ലേസ് ചെയ്യുന്നത്, ക്ലോറിൻ. ഓക്കെ, ഇനി ഉണ്ടായ സംയുക്തത്തിന്റെ IUPAC നാമം, റൈറ്റ്, ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് എന്താണ്? ക്ലോറോമീഥെയിൻ. ഞാൻ പറഞ്ഞു അല്ലെ, ക്ലോറോമീഥെയിൻ ആണ് ഇതിന്റെ IUPAC നാമം. അപ്പൊ ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പറയുന്നത് ഇത്തരം രാസപ്രവർത്തനങ്ങളാണ്. ഓക്കെ, സച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആർ കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. നമുക്കിവിടെ കൊടുത്തിട്ടുള്ള നോക്കാം അല്ലെ, ബോക്സിൽ ഇതിനൊരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തിന് പകരം, കണ്ടോ, ഈ സംയുക്തത്തിലെ ഒരാറ്റത്തിന് പകരം, അതല്ലെങ്കിൽ ഇവിടെ ഒരു ആറ്റങ്ങളുടെ ഒരു ഗ്രൂപ്പും ആവാം കേട്ടോ. ഇവിടെ ഈ എക്സാമ്പിൾ ഒരു ആറ്റത്തിന് പകരമാണ് വന്നിട്ടുള്ളത്. ഒരു ആറ്റത്തിന് പകരം മറ്റൊരു ആറ്റമോ, കണ്ടോ, ഇവിടെ ആ ആറ്റത്തിന് പകരം മറ്റൊരു ആറ്റം, ഒരു ക്ലോറിൻ ആറ്റമാണ് വന്നു ചേർന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇതുപോലെ മറ്റൊരു ആറ്റമോ അതല്ലെങ്കിലോ ആറ്റങ്ങളുടെ ഗ്രൂപ്പും വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആറ്റങ്ങളുടെ ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. ഇംഗ്ലീഷിൽ എന്താണ് പറഞ്ഞില്ല? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആർ കെമിക്കൽ റിയാക്ഷൻസ്. അവ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇൻ വിച്ച് ഏതിലാണോ, ഏത് റിയാക്ഷനിലാണോ ആൻ ആറ്റം, ഒരു ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ അവ എന്താണ്? റീപ്ലേസ് ചെയ്യപ്പെടുന്നു, മാറ്റപ്പെടുന്നു. എന്തിനെ കൊണ്ട്? വിത്ത് അനദർ ആറ്റം, മറ്റൊരു ആറ്റം കൊണ്ടോ അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് കൊണ്ടോ ഒരു കോമ്പൗണ്ടിൽ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അവയാണ് എന്ത് നമ്മൾ പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അഥവാ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പ് 1 ആണ്, ഘട്ടം 1 ആണ്. അപ്പൊ ഇതിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ ഘട്ടം 2 ആയിട്ട് എന്ത് വരും? മറ്റൊരു ഹൈഡ്രജൻ ആറ്റം കൂടി റീപ്ലേസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇതേപോലെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, CH3Cl. ഇതിന് നമുക്ക് ഘട്ടം 2ൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, സ്റ്റെപ്പ് 2ൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, CH3Cl. ഇത് മറ്റൊരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു സൺലൈറ്റിന്റെ പ്രസൻസിൽ, സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ. അപ്പോൾ എന്താവും? മറ്റൊരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്യപ്പെടും. ഓക്കെ,
മറ്റൊരു ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് പകരം ആ സ്ഥാനത്തേക്ക് ഒരു ക്ലോറിൻ ആറ്റം വരുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, CH2Cl2 പ്ലസ് HCl. ഓക്കെ, അതായത് ഈ ക്ലോറിൻ മോളിക്യൂളിലോട്ട് എച്ച് വന്നു അല്ലേ, അപ്പൊ HCl. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കാം? രണ്ട് ക്ലോറിൻ ആറ്റംസ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡൈക്ലോറോ മീഥെയിൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. എന്താണ്? ഡൈക്ലോറോ മീഥെയിൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇനി ഘട്ടം 3, ഘട്ടം 4 എന്നിവ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഐഡിയ കിട്ടിയല്ലേ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം ഘട്ടം 3-ലായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഫോം ചെയ്തിട്ടുണ്ടല്ലേ, എന്താണ്? CH2Cl2 ഡൈക്ലോറോ മീഥെയിൻ. ഇത് മറ്റൊരു ക്ലോറിൻ, ഈ സംഭവം കണ്ടോ, ഡൈക്ലോറോ മീഥെയിൻ, ഇത് മറ്റൊരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? മറ്റൊരു ഹൈഡ്രജൻ ആറ്റം കൂടി റീപ്ലേസ് ചെയ്യപ്പെട്ടു. കണ്ടോ, ക്ലോറിൻ വന്നിട്ട് അത് റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് നമുക്ക് IUPAC നെയിം അനുസരിച്ച് ട്രൈക്ലോറോമീഥെയിൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് അല്ലേ, ട്രൈക്ലോറോമീഥെയിൻ. ഈ കെമിക്കലാണ് ക്ലോറോഫോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലോറോഫോം നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇതിന്റെ ഘട്ടം 4, സ്റ്റെപ്പ് 4 എന്താണെന്ന് നോക്കാം. ഈ കിട്ടിയ നമ്മുടെ ഈ ട്രൈക്ലോറോമീഥെയിൻ, അതായത് ക്ലോറോഫോം, വീണ്ടും ഒരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ബാക്കിയുള്ള ഈ ഹൈഡ്രജൻ ആറ്റം കൂടി റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ CCl4 അല്ലേ പ്ലസ് HCl ആയിട്ട് മാറും. ഇതിന്റെ IUPAC നെയിം എന്താണ്? ടെട്രാക്ലോറോമീഥെയിൻ എന്നാണ് ഇതിന്റെ IUPAC നെയിം. ടെട്രാക്ലോറോമീഥെയിൻ. ഇത് അറിയപ്പെടുന്ന പേര് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന പേരിലാണ് പൊതുവായിട്ട് നമ്മളിത് ലാബിലൊക്കെ പറയുന്നത്. ഓക്കെ, കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പൊ നമ്മൾ മീഥെയിന്റെ റിയാക്ഷൻ ആണ് പറഞ്ഞത് അല്ലേ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഫോംഡ് വെൻ ഈഥെയിൻ, ഇതേപോലെ ഈഥെയിൻ റിയാക്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇക്വേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈഥെയിൻ എന്ന് പറഞ്ഞാൽ C2H6 ആണെന്ന് അറിയാം അല്ലെ, C2H6, അതായത് CH3 സിംഗിൾ ബോണ്ട് CH3, ഇതാണ് നമ്മുടെ ഈഥെയിൻ. അപ്പൊ ഇതിന്റെ വേരിയസ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് C2H6, അതായത് നമ്മുടെ ഈഥെയിൻ പ്ലസ് Cl2മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിലുള്ള ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ C2H5, എന്നിട്ട് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യപ്പെട്ടു അല്ലെ, H6 പകരം H5 ആയി. എന്നിട്ടോ അവിടത്തേക്ക് ഒരു ക്ലോറിൻ ആറ്റം വരുന്ന അറിയാം, അതുകൊണ്ട് ഒരു ക്ലോറിൻ കൂടി നമ്മൾ എഴുതി. ഉണ്ടോ, C2H5Cl പ്ലസ് HCl. നെക്സ്റ്റ് സ്റ്റെപ്പോ, ഈ C2H5Cl അത് വീണ്ടും ഒരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം കൂടി റീപ്ലേസ് ചെയ്യപ്പെടുന്ന അറിയാം. അപ്പൊ ഇവിടെ ഈ H5 പകരം ഒന്ന് റീപ്ലേസ് ചെയ്താൽ H4 ആയി മാറും അല്ലെ, H4. പിന്നെയോ ഈ Clന്റെ കൂടി ഒരു Clഉം കൂടി എക്സ്ട്രാ വരും അല്ലെ, അപ്പൊ Cl2, C2H4Cl2 പ്ലസ് HCl. നെക്സ്റ്റ് സ്റ്റെപ്പോ, ഈ C2H4Cl2 പ്ലസ് Cl2 ആയിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ സൺലൈറ്റ് ഒന്ന് കൊടുക്കണം കേട്ടോ. ഇതിന് മുകളിൽ ആരോസിന് മുകളിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണല്ലോ. അപ്പോൾ ഇത് റിയാക്ട് ചെയ്യുമ്പോഴോ C2H4 പകരം H3, പിന്നെ Cl2 പകരം ഒന്ന് കൂടുക അല്ലേ, അപ്പോൾ Cl3 പ്ലസ് HCl. അങ്ങനെ അങ്ങനെ നമുക്ക് 6 സ്റ്റെപ്സ് കിട്ടും. അവസാനത്തെ എന്താണ്? C2Cl6 പ്ലസ് HCl. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും പേരുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? C2H6, അതായത് രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട്. പിന്നെ 6 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടല്ലേ, H6. അപ്പൊ ഇവിടെ Cl അല്ല, ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ ഈഥെയിൻ മോളിക്യൂൾ. C2H എത്ര? 1 2 3 4 5 6 6. ഇനി ഇവിടേക്ക് ഒരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നു സൺലൈറ്റിന്റെ പ്രസൻസിൽ. ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ള അതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യപ്പെടും. ഈ ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് മാറും. പകരം ഒരു ക്ലോറിൻ ആറ്റം അവിടെ വന്നു ചേരും അല്ലേ. അങ്ങനെയാണ് വരുന്നത്. ഈ മാറിയ ഹൈഡ്രജൻ ഇവിടത്തേക്ക് വരും. അങ്ങനെ ഇത് HCl ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ, HCl ആയിട്ട് മാറും. ഈ ഒരു ക്ലോറിൻ ഇവിടുന്ന് പോയി. നോക്കാം നമുക്ക്. അപ്പം നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ കിട്ടും. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരാണ്
ഉണ്ടോ, ഒരു ക്ലോറിൻ ആറ്റം ഇവിടെ അറ്റാച്ച് ചെയ്തു, ബാക്കി 5 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള C2H5Cl. ഇതിന്റെ പേരെന്താണ്? ക്ലോറോ ഈഥീൻ അല്ലെ, ഒരു ക്ലോറിൻ ഗ്രൂപ്പ്, ഒരു ക്ലോറിൻ ആറ്റം ഇവിടെ അറ്റാച്ച് ചെയ്ത്, അപ്പോൾ ക്ലോറോ ഈഥീൻ എന്നാണ് ഇതിന്റെ പേര്, ക്ലോറോ ഈഥീൻ. ഓക്കെ, Cl ആണ് കേട്ടോ ഇവിടെ, Cl, ക്ലോറോ ഈഥീൻ ആണ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താവും നോക്കാം. അതായത് ഈ ക്ലോറോ ഈഥീൻ ഒരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് C2H5Cl. ഇനി വീണ്ടും ഒരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഇതിലുള്ള മറ്റൊരു ഹൈഡ്രജൻ ആറ്റം കൂടി റീപ്ലേസ് ചെയ്യപ്പെടും അല്ലേ, മറ്റൊരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം കൂടി നമ്മൾ ക്ലോറിൻ ആറ്റം എഴുതണം. അപ്പം നമുക്ക് 2 സാധ്യതകളില്ലേ. ഒന്നുകിൽ ഓൾറെഡി ഈ ഒരു ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കാർബണോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഹൈഡ്രജന് പകരം, ഉദാഹരണത്തിന് ഈ ഒരു ഹൈഡ്രജന് പകരം നമുക്ക് എന്താക്കാം, ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്യാം അല്ലേ. ഇപ്പം 2 ക്ലോറിനും ഒരേ കാർബണിലായിട്ട് വരും. അതല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി എന്താണ്, മറ്റൊരു കാർബണിൽ കണ്ട്, ഈ കാർബണല്ല മറ്റേ കാർബണിൽ ഒരു ഹൈഡ്രജന് പകരം നമുക്ക് ഇവിടെ ഒരു ക്ലോറിൻ അറ്റാച്ച് ചെയ്യാം. അപ്പം അങ്ങനെ 2 പോസിബിലിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഇതിൽ രണ്ടിൻ്റെയും പേരും മാറ്റമുണ്ടാകും. ഓക്കെ, തന്മാത്രാ സൂത്രം രണ്ടിനും എന്ത് തന്നെയാകും, നമ്മുടെ C2H4Cl2 തന്നെയായിരിക്കും. പക്ഷേ ഈ കാർബൺ ആറ്റം, ഈ ക്ലോറിൻ ആറ്റം, രണ്ടാമത്തെ ക്ലോറിൻ ആറ്റം ഈ കാർബണിലാണോ അറ്റാച്ച് ചെയ്യുന്നത്, ഈ കാർബണിലാണോ എന്നതിനനുസരിച്ച് അതിൽ പേരിൽ മാറ്റമുണ്ട്. അതെങ്ങനെയാണ് നോക്കാം. ആദ്യം ഞാൻ പറയുന്നു, ഇവിടെയാണ് ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ ഇവിടുന്ന് മാറും അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും, നമ്മൾ പേര് കൊടുക്കുന്ന കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഇതിൻ്റെ പേരെന്തായിരിക്കും അപ്പോൾ 1,1 കണ്ടോ, കാർബൺ ആറ്റംസ് നമ്പർ കൊടുക്കുക, ഇവിടുന്ന് 1, 2 എന്ന് നമ്പർ കൊടുക്കാം. അപ്പോൾ 2 ക്ലോറിൻ ആറ്റംസ് ഒന്നിൽ തന്നെയാണ് ഉള്ളത് എന്നതുകൊണ്ട് 1,1 ഒന്നാമത്തെ കാർബണിലാണ്, ഹൈഫൻ ഡൈക്ലോറോ അല്ലെ, 2 ക്ലോറിൻ ആറ്റംസ് ആണല്ലോ, അപ്പോൾ ഡൈക്ലോറോ ഈഥെയിൻ എന്ന പേരാണ് വരുന്നത്, ഡൈക്ലോറോ ഈഥെയിൻ എന്ന പേരാണ് വരുന്നത്, 1,1 ഡൈക്ലോറോ ഈഥെയിൻ. ഇനി ഈ ക്ലോറിൻ ആറ്റം ഇപ്പുറമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിലോ, ഈ 1,1 പകരം ഒന്ന് 1ലും ഒന്ന് 2 സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ്, അപ്പോൾ 1,2 ഡൈക്ലോറോ ഈഥെയിൻ എന്ന പേരായിരിക്കും അപ്പോൾ വരുന്നത്. അതായത് ഈ ക്ലോറിൻ ആറ്റം ഇവിടെയല്ല ഇവിടെയാണുള്ളതെങ്കിൽ 1,2 ഡൈക്ലോറോ ഈഥെയിൻ എന്ന ഒരു സാധ്യതയാണ് വരുന്നത്. അപ്പോൾ രണ്ടിനും സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും സാധ്യത കൂടുതൽ, അത് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ 2 ക്ലോറിൻ ആറ്റം ഒരേ സ്ഥലത്ത് അറ്റാച്ച് ചെയ്യപ്പെടാനാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ പേര് കൊടുക്കുമ്പോൾ ഈ 1,1 അല്ലെങ്കിൽ 1,2 എന്ന പേര് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് നമുക്ക് ഡൈക്ലോറോ ഈഥെയിൻ എന്ന് മാത്രം പറയാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഡൈക്ലോറോ ഈഥെയിൻ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെയോ, ഇവിടെ ട്രൈക്ലോറോ ഈഥെയിൻ, ഇവിടെയോ ടെട്രാക്ലോറോ ഈഥെയിൻ, ഇവിടെ പെൻറ്റാക്ലോറോ ഈഥെയിൻ, ഇവിടെ ഹെക്സാക്ലോറോ ഈഥെയിൻ. ഓക്കെ അല്ലേ. അടുത്തായിട്ട് നമുക്ക് അഡീഷൻ രാസപ്രവർത്തനങ്ങളാണ് പഠിക്കാനുള്ളത്. ഇവിടെ കുറച്ച് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണവ? ഫസ്റ്റത്തെ മീഥെയിൻ ആണ്, സെക്കൻഡ് ഈഥീൻ ആണ് അല്ലെ, ഈഥീൻ. മൂന്നാമതുള്ളത് ഈഥൈൻ ആണ്, ഈഥൈൻ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പേര് കൊടുക്കുന്നത്. ഇവിടെ CH4 മീഥെയിൻ ആണ്, മീഥെയിൻ. ഇത് ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ, അപ്പോൾ ഈഥീൻ എന്ന പേര് വരും. ഇത് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ്, ത്രിബന്ധനമാണ്, അപ്പോൾ ഈഥൈൻ എന്നറിയപ്പെടും. ഇവയിൽ അപൂരിത ഹൈഡ്രോ കാർബണുകൾ ഏതെല്ലാം? നമുക്കറിയാം, ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉണ്ടെങ്കിലാണ് നമ്മൾ അവയെ അപൂരിത ഹൈഡ്രോ കാർബണുകൾ അഥവാ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഈഥീനും ഈഥൈനുമാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഉയർന്ന താപനിലയിൽ നിക്കൽ ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഈഥീൻ ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ രാസസമവാക്യം നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഈഥീനും പിന്നെ ആൻഡ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ ആസ് കാറ്റലിസ്റ്റ്. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് നിക്കൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ഉണ്ടോ. അതായത് ഈ ഇക്വേഷൻ നടക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ നിക്കൽ കൂടി അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അറ്റ് ഹൈ ടെമ്പറേച്ചർ, നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഒരു നല്ല ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഈഥീൻ ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ ഈഥീൻ ആണ് അല്ലെ, ഈഥീൻ ആണ്, അൽക്കീൻസ് ആണ് അല്ലെ. അപ്പൊ ഈഥീൻ കൊടുത്തിട്ടുണ്ട് പ്ലസ് H2. എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കിക്കോ. ഈ ഹൈഡ്രജൻ മോളിക്യൂൾ, ഇതിലെ ആറ്റംസ്, 2 ആറ്റംസ് ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇവിടെയും ഇവിടെയുമായിട്ട് ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 പകരം CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന ഫോമിലെത്തി. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താണ്, നമ്മുടെ ആ ഈഥീൻ്റെ ഒരു സ്ട്രക്ചർ ആണ് അല്ലേ, ഉണ്ടോ, CH2 ഡബിൾ ബോണ്ട് CH2, അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2 ഇവിടെ ഒരു ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, H സിംഗിൾ ബോണ്ട് H. ഈ ഒരു രീതിയിൽ നമുക്ക് ഹൈഡ്രജൻ മോളിക്യൂളിനെ വരക്കാം. ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എപ്പോഴാണ്, നിക്കൽ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഹൈ ടെമ്പറേച്ചറിൽ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതിൽ ഒരു ബോണ്ട് ഇവിടെ ബ്രേക്ക് ആവുന്നു. ഈ ഒരു ബോണ്ടിനെ നമുക്ക് എങ്ങനെ സങ്കല്പിക്കാം, ഈ കാർബണിന്റെ ഒരു കൈയാണെന്ന് വിചാരിച്ചോളൂ, ഇത് മറ്റേ കാർബണിന്റെ മറ്റൊരു കൈ, ഇവർ രണ്ടാളും ഇങ്ങനെ കൈ കൂട്ടി പിടിച്ചിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വെച്ചാൽ, ഒരാൾ കൈ മറ്റൊരാളുടെ കൈ ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയോ ഈ കാർബണിന്റെ മറ്റൊരു കൈ ആണ് ഇത് വിചാരിക്കോ, മറ്റൊരു കൈയാണിത്, ഈ കൈയും ഈ കാർബണിന്റെ മറ്റൊരു കൈയും തമ്മിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ, ഏത് റിയാക്ഷനെ കുറിച്ചാണ്, അഡീഷൻ റിയാക്ഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിലുള്ള ഒരു ബോണ്ട് പൊട്ടുന്നു. ഒരു ബോണ്ട് ഇവിടെ പൊട്ടിയെന്ന് പറഞ്ഞാൽ ഈ കാർബണിന്റെ ഒരു കൈയുടെ ഇവിടെ സ്വതന്ത്രമാവും അല്ലെ, ഒരു കൈ ഇവിടെ സ്വതന്ത്രമാവും ഈ ഒരു ബോണ്ട് പൊട്ടുമ്പോൾ. അതേപോലെ ഈ കാർബണിന്റെ ഒരു കൈയും സ്വതന്ത്രമാവുമല്ലോ, ഇവർ രണ്ടാളും കൈ കൂട്ടി പിടിച്ചിട്ടാണല്ലോ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ. ഒരു ബോണ്ട് തകരുമ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കാർബണിന്റെ ഒന്നിച്ചും ഒരു ആറ്റമോ ഗ്രൂപ്പോ ആഡ് ചെയ്യാം, ഈ കാർബണിന്റെ ഒന്നിച്ചും ഒരു ആറ്റമോ ഗ്രൂപ്പോ ആഡ് ചെയ്യാം. അതാണ് നമ്മുടെ ഈ ഹൈഡ്രജൻ മോളിക്യൂളിൽ നിന്ന് ആഡ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റം എവിടേക്ക്, ഈ ഒരു പൊസിഷനിലോട്ട് വന്നു ചേരുന്നു. മറ്റൊരു ഹൈഡ്രജൻ ആറ്റം ഇവിടെയുള്ള ഈ പൊസിഷനിൽ വന്നു ചേരും. അതായത് ഈ ഒരു കാർബൺ ആറ്റത്തിലേക്ക് വന്നു ചേരും. അങ്ങനെയാണ് നമുക്ക് CH3 കണ്ടോ, CH3 3 H ആയി അല്ലേ, CH3 ഇപ്പോൾ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ, സിംഗിൾ ബോണ്ട് CH3 എന്ന രീതിയിലേക്ക് വരുന്നത്. കണ്ടുവല്ലോ, അതാണ് ഇവിടെ കൊടുത്തത്. കണ്ടോ, ഇവിടെ നോക്കൂ, CH3 കണ്ടോ, CH3 ഇവിടെ സിംഗിൾ ബോണ്ട് CH3 എന്ന ഫോമിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടൻസ്ഡ് ഫോമുലയിൽ ഇങ്ങനെ എഴുതാം, CH3 സിംഗിൾ ബോണ്ട് CH3. ഇതിന്റെ പേരെന്താണ്, ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമാണുള്ളത്, ആൽക്കെയിൻ ആണ്. അപ്പൊ ഇതിന്റെ പേര് ഈഥെയിൻ ആണ്. ഈഥെയിൻ ഈ ഒരു ഫോമിൽ വരും, ഈഥെയിൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആഡ് ചെയ്യപ്പെട്ടു, ഈ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിലെ ആറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു അല്ലെ. അപ്പൊ ഇത്തരം റിയാക്ഷൻസ് ആണ് അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇത്തരം റിയാക്ഷനിലാണ് നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. വാട്ട് ചേഞ്ച് ടേക്സ് പ്ലേസ് ടു ദ കാർബൺ ഡബിൾ ബോണ്ട് ഇൻ ഈഥീൻ. ഈ ഈഥീനിലുള്ള കാർബൺ ഡബിൾ ബോണ്ടിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്? എന്താണ്, ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് ഇവിടെ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി അല്ലെ. ഡബിൾ ബോണ്ട് ചേഞ്ച്ഡ് ടു സിംഗിൾ ബോണ്ട്. എന്താണ്, ദ്വിബന്ധനത്തിന് എന്ത് സംഭവിച്ചു? ദ്വിബന്ധനത്തിന് അത് ഏകബന്ധനമായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ദ്വിബന്ധനം ഏകബന്ധനമായി മാറി. ഇവിടെ ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? ഇവിടെ കണ്ടോ, CH3 സിംഗിൾ ബോണ്ട് CH3 ആണ്. ഇതെന്താണ്, ഇതൊരു ആൽക്കെയിൻ ആണ്. 2 കാർബൺ ആറ്റംസ് ആണുള്ളത്, അതുകൊണ്ട് ഇത് ഈഥെയിൻ ആണെന്ന് നമുക്ക് പറയാം. ഈഥെയിൻ ആണ് പ്രൊഡക്റ്റ്. ഇത് പൂരിതമാണോ അപൂരിതമാണോ? ഈസ് ഇറ്റ് സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്? ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഇവയ്ക്കിടയിലുള്ളൂ അല്ലെ, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല. അതുകൊണ്ട് ഇതൊരു പൂരിത ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഒരു പൂരിത സംയുക്തമാണ്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ. അപ്പൊ ഇത്തരം രാസപ്രവർത്തനങ്ങളെ
ആണ് അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. സച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആർ കോൾഡ് അഡീഷൻ റിയാക്ഷൻസ്. ഓക്കെ, എളുപ്പമല്ല. എന്താണ് ഒരു സിംഗിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളത് ബ്രേക്ക് ചെയ്തിട്ട് അതിനിടയിലേക്ക് എന്താണ് മറ്റേ ആറ്റംസ് ചേർന്ന് വന്നു. അതാണ് ഇവിടെ താഴെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റ് ചില തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനങ്ങൾ എന്ന് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഫസ്റ്റ് ഇതുവരെയാണ് ഒരു ലൈനായിട്ട് വരുന്നത്. ഓക്കെ, അതായത് അഡീഷൻ റിയാക്ഷൻസ് ആർ റിയാക്ഷൻസ് ആണ് ഏതിലാണ് ഇൻ വിച്ച് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള അതായത് എന്താണ് കോമ്പൗണ്ട്സ് വിത്ത് ഡബിൾ ഓർ ട്രിപ്പിൾ ബോൺസ് ഇങ്ങനെയുള്ളവയാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് അല്ലേ. അവ കമ്പൈൻ വിത്ത് സെർട്ടൈൻ മോളിക്യൂൾസ്, ചില മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആകുന്ന അതായത് സിംഗിൾ ബോൺസ് ഉള്ള കോമ്പൗണ്ട്സ് ആകുന്ന ആ ഒരു റിയാക്ഷനാണ് അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവ മാത്രമാണോ? ഒരു ഉദാഹരണം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട് അല്ലേ. ഇത് അഡീഷൻ റിയാക്ഷൻ ഏർപ്പെട്ടിട്ട് കണ്ടോ ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി. അതായത് ഈ ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ബോണ്ട് മാറിയിട്ട് അതിലേക്ക് എന്താണ് ആറ്റംസ് ആഡ് ചെയ്യപ്പെട്ടു, എന്നിട്ട് ഡബിൾ ബോണ്ട് ഉള്ളതായിട്ട് മാറി. അപ്പൊ ഇത് സാച്ചുറേറ്റഡ് ആണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇവിടെ ഈ ഫസ്റ്റത്തെ ലൈനിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് സാച്ചുറേറ്റഡ് ആകുന്ന അല്ലെങ്കിൽ എന്താണ് പൂരിത സംയുക്തങ്ങളാകുന്നതാണ് അഡീഷൻ റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. പക്ഷെ അവ മാത്രമല്ല, ഇതുപോലെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവ ഡബിൾ ബോണ്ട് ആകുന്നതും എന്താണ് അഡീഷൻ രാസപ്രവർത്തനങ്ങളായിട്ട് കണക്കാക്കാറുണ്ട്. അതാണ് ഇവിടെ രണ്ടാമത്തെ ലൈനിലായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണത്? ത്രിബന്ധനമുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ ഭാഗികമായി ചെറുതന്മാത്രകളുമായി ചേർന്ന്, അതായത് ഇതുപോലുള്ള ത്രിബന്ധനമുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ ഭാഗികമായി എന്താണ് ചെറുതന്മാത്രകളുമായി ചേർന്ന് ഇതുപോലെ ചേർന്ന് ദ്വിബന്ധനമുള്ള സംയുക്തങ്ങളായി മാറുന്നതും പ്രവർത്തനങ്ങളും എന്താണ് അഡീഷൻ രാസപ്രവർത്തനങ്ങളാണ്. ഓക്കെ, മനസ്സിലായല്ലോ. എന്താണ് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ പറഞ്ഞു, അതിനുശേഷം പറയുന്നു ദ റിയാക്ഷൻസ് ഇൻ വിച്ച് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ് പാർഷ്യലി കമ്പൈൻ വിത്ത് സ്മോൾ മോളിക്യൂൾസ് ടു ഫോം ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്, ഇതുപോലെ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആകുന്നതും ആർ ഓൾസോ അഡീഷൻ റിയാക്ഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ട് ലൈനാണ്. ആദ്യത്തേതിൽ പറഞ്ഞിട്ടുള്ളത് അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ പൂരിത സംയുക്തങ്ങളാകുന്ന മറ്റു തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളാകുന്നവ അഡീഷൻ രാസപ്രവർത്തനങ്ങളാണ്. പക്ഷെ അത് മാത്രമല്ല, ത്രിബന്ധനമുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ ഭാഗികമായിട്ട് ചെറു തന്മാത്രകളുമായി പ്രവർത്തിച്ച് ദ്വിബന്ധനമുള്ള സംയുക്തങ്ങളാകുന്നത് എന്താണ് അഡീഷൻ റിയാക്ഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ താഴെ കൊടുത്തില്ല എന്താണെന്ന് നോക്കാം. ഈഥൈൻ നമുക്കറിയാം, ഈഥൈൻ എന്നാൽ ട്രിപ്പിൾ ബോണ്ട് അല്ലെ, CH ട്രിപ്പിൾ ബോണ്ട് CH. പിന്നെ ഈഥീൻ ഉണ്ടോ, അടിയിൽ കൊടുത്തിട്ടുള്ള എന്താണ് CH2 ഡബിൾ ബോണ്ട് CH2, ഇതെന്താണ് ഈഥീൻ ആണ്. ഇവയുടെ അഡീഷൻ രാസപ്രവർത്തനങ്ങളുടെ സമവാക്യം പൂർത്തിയാക്കുക. എന്താണ് കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് ദ അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ഈഥൈൻ. അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH ആകുമ്പോൾ ഈഥൈൻ ആൻഡ് ഈഥീൻ താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. നോക്കോളൂ, CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് ഒരു H2 കൂടി. അപ്പൊ എന്തായി? ഇതിൽ ഒരു ബോണ്ട് മാറിയിട്ട് ഈ H2 പറഞ്ഞ രണ്ട് H ഉണ്ടല്ലോ, അതിലൊരു H ഈ ഭാഗത്തേക്കും മറ്റൊരു H ഈ ഭാഗത്തേക്കും വരും. അപ്പൊ എന്തായി? ഇവിടെ CHന് പകരം CH2 എന്ന് വന്നു അല്ലേ. അതേപോലെ ഇതിനിപ്പുറവും CHന് പകരം എന്താണ് CH2 വരും അല്ലെ. ഇവിടെ ഒരു ഹൈഡ്രജൻ എക്സ്ട്രാ ആഡ് ചെയ്യപ്പെട്ടല്ലോ. അപ്പൊ ഇവിടെ CH2, പിന്നെ ഈ ട്രിപ്പിൾ ബോണ്ട് മാറി പകരം ഡബിൾ ബോണ്ട് ആയി, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന രീതിയിലായി. ഓക്കെ, എന്താണ് ഇവിടെ വരുന്നത്? CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, അപ്പൊ ഇതെന്തിന് എക്സാമ്പിൾ? നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ ലൈനിന് എക്സാമ്പിൾ ആണ് ഇത് അല്ലേ. ഈ ഒരു ലൈനിന് എക്സാമ്പിൾ ആണ്. ഇനി ഇത് വീണ്ടും ഒരു അഡീഷൻ രാസപ്രവർത്തനം കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണത്? പ്ലസ് Cl2 ഒരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ? ഇതിൽ രണ്ട് ക്ലോറിൻ ഉണ്ട്. അതിലൊരു ക്ലോറിൻ ഇപ്പുറം ഭാഗത്തേക്കും മറ്റൊരു ക്ലോറിൻ ഈ കാർബണിലേക്കും അറ്റാച്ച് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആകുമല്ലോ അല്ലെ. ഇതിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഓരോ ക്ലോറിൻ ആറ്റംസ് ഇവിടെ എവിടെയും കയറിയിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ CH2Cl അല്ലെ, CH2Cl ഒരു സൈഡിൽ സിംഗിൾ ബോണ്ട് CH2Cl എന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് വരുന്നത്.
ഉൽപ്പന്നം വരുന്നത്. ഓക്കെ. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കാം. ഇവിടെ രാസപ്രവർത്തനം എന്താണ്? CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 അല്ലേ? അപ്പൊ ഇത് ഒരു ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് ഇവിടെ സംഭവിക്കും? ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആവും. ഇതിലെ ഹൈഡ്രജൻ ആറ്റംസ് ഓരോന്ന് ഒന്ന് ഇവിടെയുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടും. ഇവിടെ ഉൽപ്പന്നം എങ്ങനെ വരും? CH3 അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള CH3 അങ്ങനെ തന്നെ എഴുതി. CH3 പിന്നെ സിംഗിൾ ബോണ്ട്. ഈ CHന് പകരം ഇതിലേക്കാണല്ലോ ഒരു ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യപ്പെടുന്നത് ഈ മോളിക്യൂളിൽ നിന്ന്. അപ്പോൾ CHന് പകരം ഇവിടെ CH2 എന്ന് വരും. പിന്നെ ഡബിൾ ബോണ്ട് മാറി നമുക്കറിയാം, സിംഗിൾ ബോണ്ടായി. ഇവിടെ CH2 ആണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെയും ഒരു ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെടുന്നതുകൊണ്ട് അത് CH3 എന്ന് വരും അല്ലേ? എന്താണ് ഇതിന്റെ പേര്? നമുക്കറിയാം ഇത് പ്രൊപ്പെയിൻ ആണ് അല്ലേ? 3 കാർബൺ ആറ്റംസ്. അപ്പോൾ പ്രൊപ്പ് എന്ന വേർഡ് റൂട്ടാണ് വരുന്നത്, പദമൂലമാണ് വരുന്നത്. പ്രൊപ്പെയിൻ എന്ന് വരും അല്ലേ? സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ. പ്രൊപ്പെയിൻ എന്ന പേരാണ് ഇതിന് വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. HCl-ഉമായിട്ട് ഒരു അഡീഷൻ രാസപ്രവർത്തനം. അപ്പോൾ എന്താവും? ഈ CH2 എന്നതിൽ ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആകും. അപ്പോൾ ഇതിൽ H എന്നത് ഒരു കാർബൺ ആറ്റത്തിലേക്കും Cl എന്നത് മറ്റു കാർബൺ ആറ്റത്തിലേക്കും അറ്റാച്ച് ചെയ്യപ്പെടും. മറ്റുള്ള കാർബൺ ആറ്റത്തിലേക്കും അറ്റാച്ച് ചെയ്യപ്പെടും. അപ്പോൾ CH2 എന്നതിന് പകരം ഒരു H എക്സ്ട്രാ വരുമ്പോൾ CH3 എന്ന് വരും. CH3 ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആയി നമുക്കറിയാം. ഇനി ഈ CH2-ന്റെ ഒന്നിച്ച് ഒരു ക്ലോറിൻ ആറ്റം കൂടി വരുന്നതിനാൽ CH2Cl എന്ന് നമുക്ക് ഇവിടെ എഴുതണം. എന്താണ്? CH2Cl എന്ന് എഴുതണം. ഇതിന്റെ പേരെന്താണ്? ഒരു ക്ലോറിൻ ആറ്റമാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ക്ലോറോ, പിന്നെ 2 കാർബൺ ആറ്റംസ് അല്ലേ ഉള്ളത്? 1 2. അപ്പോൾ ഈഥെയിൻ അല്ലെ? സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈഥെയിൻ, ക്ലോറോ ഈഥെയിൻ. ഇനി മൂന്നാമത്തെ നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതുമായിട്ട് ഇത് എന്താണ്? HBr-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ H എന്നത് ഇതിലുള്ള ഒരു കാർബൺ ആറ്റത്തിലേക്കും ഈ Br എന്ന അടുത്ത ആറ്റം തൊട്ടടുത്ത ആ ഡബിൾ ബോണ്ടിന്റെ മറുവശത്തുള്ള കാർബൺ ആറ്റത്തിലേക്കും അറ്റാച്ച് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? CH3 സിംഗിൾ ബോണ്ട്. CHന് പകരം ഒരു H കൂടി ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് CH2 എന്ന് വരും. പിന്നെ ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ടായി. ഇപ്പുറമുള്ള ഈ കാർബൺ ആറ്റത്തിലോട്ട് ഒരു Br-ഉം കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് CHBr. പിന്നെ വീണ്ടും സിംഗിൾ ബോണ്ട് CH3 എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ പേരെന്ത് വരും? ഇവിടെ ബ്രോമോ ബ്യൂട്ടൈൻ ആണ് വരുന്നത് അല്ലേ? ഈ ബ്രോമിൻ എത്രാമത്തെ കാർബണിലാണ് അറ്റാച്ച് ചെയ്യപ്പെട്ടത് എന്ന് കൂടെ പറയണം. കാരണം ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതിന്റെ തന്മാത്ര സൂത്രം എന്ത് വരും? C4, 4 കാർബൺ ഉണ്ട് അല്ലേ? C4 H എത്ര ഉണ്ട്? 3 2 5 5 1 6 6 3 9. അപ്പോൾ H9 Br എന്ന രീതിയിലാണ് തന്മാത്ര സൂത്രം വരുന്നത് അല്ലേ? പക്ഷേ രണ്ട് രീതിയിൽ വരാമല്ലോ. ഒന്നിക്കൽ Br എന്നത് ഇവിടെ ഒന്നാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ രണ്ടാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്യപ്പെടാം. പക്ഷെ മൂന്നാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നതും ഈ രണ്ടാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്യപ്പെടുക എന്നത് ഒരേപോലെയാണ്. കാരണം നമ്മൾ നമ്പർ ഇടുന്നു. ഇവിടെ എങ്ങനെ നമ്പർ ഇടും? നമ്മൾ ഇവിടുന്ന് നമ്പർ ഇട്ട് തുടങ്ങും. 1 2 3. കാർബൺ ആറ്റംസിന് നമ്പർ ഇടുന്നതാണ് 3 4. ഇങ്ങനെ നമ്പർ ഇട്ട് തുടങ്ങും അല്ലേ? ഓക്കെ. ഇനി ഇവിടെ മൂന്നാമത്തേലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിലോ? നമുക്കറിയാം മൂന്നാമത്തേലാണ് അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നമ്പറിങ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്യണം. കാരണം നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 ആ രീതിയിൽ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെയും 2 എന്ന നമ്പർ തന്നെയല്ലേ കിട്ടിയിട്ടുള്ള ബ്രോമിന്. അപ്പോൾ രണ്ട് തരത്തിൽ സാധിക്കുന്നു പറഞ്ഞു. ഒന്നിക്കൽ 1 ബ്രോമോ ബ്യൂട്ടൈൻ ആകാം, അല്ലെങ്കിൽ 2 ബ്രോമോ ബ്യൂട്ടൈൻ ആകാം. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പേര് കൊടുത്തു. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രോമിൻ അറ്റാച്ച് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് 2 ബ്രോമോ ബ്യൂട്ടൈൻ എന്ന പേര് വന്നു. ഓക്കെ.